രാഹുലിന്റെ രണ്ടാം സീറ്റിൽ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. വയനാട് സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വസ്തുതയാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. ഇത് സംബന്ധിച്ച ഒരു തീരുമാനം എപ്പോൾ ഉണ്ടാകും? നാളെ തന്നെ ഒരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമോ? നാളേക്കകം തീരുമാനം ഉണ്ടാകുമെന്നാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത്. ഇന്ന് തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നാളെ ഇക്കാര്യത്തിൽ രാഹുലിന്റെ ഭാഗത്തു നിന്ന് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലോ ഒരു അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതുവരെയും ഈ പ്രഖ്യാപനം വൈകുന്നതിനുള്ള കാരണം കർണാടകയിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ രാഹുലിന്റെ രണ്ടാം സീറ്റ് എന്ന തീരുമാനമാകാത്തത് കൊണ്ടാണ്. കർണാടകയിൽ നിന്നും അദ്ദേഹത്തിന് മത്സരിക്കുന്നതിനായി ധാർവാഡ് സീറ്റ് പരിഗണനയിലുണ്ട്. ഈ ധാർവാഡ് സീറ്റിൽ അത്ര കണ്ട് കോൺഗ്രസിന് വിജയം ഉറപ്പല്ല എന്നൊരു ആശങ്ക കൂടി അലട്ടുന്നുണ്ട് പാർട്ടിയെ. അതേസമയം കേരളത്തിലാകട്ടെ വയനാട് സുരക്ഷിത സീറ്റാണ്. ആ രീതിയിൽ വയനാട് പരിഗണിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. വയനാട് സീറ്റിൽ രാഹുൽ മത്സരിക്കുന്ന കാര്യം ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നമ്മളുമായി സംസാരിച്ച ഉന്നത നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ തന്നെ തീരുമാനം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഇനിയും തീരുമാനം നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു കാര്യം കോൺഗ്രസിന്റെ പരിഗണനയിലില്ല എന്നും കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി രാഹുലാണ് ആത്യന്തികമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. കർണാടകത്തിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ മത്സരിക്കേണ്ടി വരിക എന്നുള്ളത്. ഇതിനകം തന്നെ സൗത്ത് കർണാടകയിലുള്ള മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. ഇനി മറ്റ് കർണാടകത്തിന്റെ അവശേഷിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിലേക്കാണ് രാഹുൽ കർണാടകം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ മത്സരിക്കാൻ കഴിയുക. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം പരിഗണിക്കുന്നുള്ളത് ധാർവാഡ് തന്നെയാണ്. ഒപ്പം വയനാടിന്റെ വിജയസാധ്യത പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരള നേതാക്കളുമുള്ളത്. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ചുറ്റിത്തിരിയുകയാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ. രാഹുലിന്റെ പേരിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പ്രഖ്യാപനം വൈകുന്നതോടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് കുറയുകയാണ്. മുഖ്യശത്രു ആരെന്ന ചോദ്യം ഉന്നയിച്ച് ആശങ്ക മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇടതു പാർട്ടികൾ. പൊടുന്നനെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ രാഹുൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങിയത്. വെള്ളിയാഴ്ച ഉച്ച മുതൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നും മത്സരിക്കുമോ എന്നതാണ് പ്രധാന ചർച്ച. വാർത്ത പുറത്തുവിട്ട സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോഴില്ല. പ്രഖ്യാപനം നീണ്ടുപോകുന്നത് തന്നെ കാരണം. നാളെ എങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം കേരളത്തിൽ മത്സരിക്കണമെന്ന കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൂട്ടായ അഭിപ്രായം അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വരവ് ഏറ്റുപിടിക്കാതെ മാറി നിൽക്കാൻ ഇടതു പാർട്ടികൾക്കുമാകുന്നില്ല. ആ വരവ് കേരളത്തിൽ ചലനമുണ്ടാക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പല മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ഇടതു നേതൃത്വത്തിൽ ശക്തമാണ്. BJP വിരുദ്ധ ദേശീയ ബദലിനെ ദുർബലമാക്കുന്നതാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും നീക്കമെന്ന വാദമുന്നയിച്ചാണ് ഇടതു പാർട്ടികൾ രാഹുലിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായതോടെ കോലീബി സഖ്യമെന്ന ഇടതുമുന്നണിയുടെ വലിയ ആരോപണത്തിന് മുന തിരിച്ചുവെക്കാനായെന്നത് കോൺഗ്രസിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ആവശ്യം നിരസിച്ചാൽ എന്ത് വിശദീകരണം നൽകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP വിട്ടുനൽകുന്നതിൽ എതിർപ്പില്ലെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അറിയിച്ചു. തൃശൂരിൽ മത്സരിക്കുമെന്ന സൂചനയും തുഷാർ നൽകി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചാൽ സീറ്റ് BJPക്ക് വിട്ടുകൊടുക്കാനാണ് ധാരണ. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിർദ്ദേശമുണ്ടെങ്കിലും വ്യക്തിപരമായി തൃശൂരിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. മത്സരിക്കുമെന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. അല്ല, തൃശൂർ മത്സരിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയും വ്യക്തമാക്കി. NDA ഏകകണ്ഠമായി അക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. BDJS സ്ഥാനാർത്ഥികളായി ആലത്തൂരിൽ TB ബാബുവിനെയും ഇടുക്കിയിൽ ബിജു കൃഷ്ണനെയും മാവേലിക്കരയിൽ തഴവ സഹദേവനെയും പ്രഖ്യാപിച്ചു. തുഷാർ മത്സരിച്ചാലും തൃശൂരിൽ BDJS തോൽക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിക്ക് പോലും വേണ്ടാത്ത സുധീറിന്റെ വിമർശനങ്ങളെ അവഗണിക്കുകയാണെന്നും തുഷാർ പറഞ്ഞു. കേരളത്തിന്റെ എക്കോണമി ഉൾപ്പെടെ നശിപ്പിച്ചു. സ്വന്തം പാർട്ടിയെ പ്രതിപക്ഷത്ത് കൊണ്ടിരുത്തിയ ആളാണ്. ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിച്ചേക്കില്ല. മോദി രണ്ടാം സീറ്റായി മത്സരിക്കുമെന്ന സൂചനയുണ്ടായിരുന്ന ബംഗളൂരു സൗത്തിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കുന്നത് ഇന്ന് അവസാനിക്കും. രണ്ടാം ഘട്ടത്തിലെ 3 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. 1991 മുതൽ BJP മാത്രം ജയിപ്പിച്ചു പോരുന്ന ബംഗളൂരു സൗത്തിൽ നിന്ന്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച അനന്ത്കുമാറിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ബംഗളൂരു സൗത്ത്. അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനി ഇവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി തന്നെ എത്തുമെന്ന സൂചന വന്നത്. എന്നാൽ ഇന്നലെ രാത്രി വൈകി BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യുവനേതാവ് തേജസ്വി സൂര്യയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ ബംഗളൂരു സൗത്ത് ഉൾപ്പെടെ 14 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 18-നാണ് വോട്ടെടുപ്പ്. ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 23-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിക്കാനുള്ളത്. റായ്ചൂർ, കൊപ്പൾ, ചിക്കോടി. റായ്ചൂർ സംവരണ മണ്ഡലമാണ്. ചിക്കോടി കോൺഗ്രസിന്റെയും കൊപ്പൾ BJPയുടെയും സിറ്റിംഗ് സീറ്റുകളും. BJPയുടെ സിറ്റിംഗ് സീറ്റായ കൊപ്പളിലേക്ക് മോദി മത്സരിക്കാനെത്തിയാൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. സിദ്ധരാമയ്യയുടെ സമുദായമായ കുർബ സമുദായം ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊപ്പൾ. കൊപ്പളിൽ സിദ്ധരാമയ്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് ഘടകം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അദ്വാനിക്ക് പിന്നാലെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിക്കും സീറ്റ് നിഷേധിച്ച് BJP മത്സരിക്കേണ്ടതില്ലെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടതായി മുരളി മനോഹർ ജോഷി പറഞ്ഞു. ഉത്തർപ്രദേശിലെ പ്രചാരണത്തിന് BJP പുറത്തിറക്കിയ 40 താരപ്രചാരകരുടെ പട്ടികയിലും ജോഷിയും അദ്വാനിയുമില്ല. പട്ന സാഹിബിൽ നിന്നുള്ള BJP സിറ്റിംഗ് MP ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരും. മോഡിയും അമിത്ഷായും BJPയിലെ അധികാര കേന്ദ്രമായതിനു ശേഷം മാർഗദർശക് മണ്ഡലിലേക്ക് ഒതുക്കപ്പെട്ട ഉന്നത നേതാക്കൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റുമില്ല. LK അദ്വാനി മത്സരിച്ചിരുന്ന ഗാന്ധിനഗർ അമിത്ഷാ ഏറ്റെടുത്തതിനു പിന്നാലെ കാൺപൂരിൽ മുരളി മനോഹർ ജോഷിക്ക് സീറ്റുണ്ടാകില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു. മത്സരിക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതായാണ് ജോഷിയുടെ സ്ഥിരീകരണം. കാൺപൂരിലെ വോട്ടർമാർക്കെന്ന പേരിലുള്ള ജോഷിയുടെ ഒരു വരി സന്ദേശവും പുറത്തുവന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന് BJPയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാംലാൽ അറിയിച്ചുവെന്നാണ് സന്ദേശത്തിൽ. സീറ്റില്ലെന്ന് മുതിർന്ന നേതാക്കൾ ആരും പറയാതെ രാംലാൽ അറിയിച്ചതിൽ LK അദ്വാനിക്ക് അതൃപ്തിയുണ്ട്. ഉത്തർപ്രദേശിലെ പ്രചാരണത്തിനായി BJP പുറത്തിറക്കിയ 40 താരപ്രചാരകരുടെ പട്ടികയിലും മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയുമില്ല. ഏറെ നാളായി മോഡിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. പട്ന സാഹിബ് മണ്ഡലത്തിൽ നിന്ന് സിൻഹയ്ക്ക് സീറ്റ് നിഷേധിച്ച BJP കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. മണ്ഡലത്തിൽ സിൻഹ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. ന്യൂസ് 18, ഡൽഹി. ചലച്ചിത്ര താരവും സമാജ്വാദി പാർട്ടി മുൻ MPയുമായിരുന്ന ജയപ്രദ BJPയിൽ ചേർന്നു. BJP ദേശീയ ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഭൂപേന്ദർ യാദവാണ് ജയപ്രദയ്ക്ക് പാർട്ടി അംഗത്വം നൽകിയത്. 2004-ലും 2009-ലും ഉത്തർപ്രദേശിലെ രാംപൂരിൽ നിന്നുള്ള MP ആയിരുന്നു ജയപ്രദ. രാംപൂരിൽ ഇത്തവണ ജയപ്രദയെ BJP സ്ഥാനാർത്ഥിയാക്കും. ആസം ഖാനാണ് രാംപൂരിലെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നാളത്തെ അയോധ്യ സന്ദർശനം മാറ്റി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രിയങ്ക വെള്ളിയാഴ്ച അയോധ്യ സന്ദർശിക്കും. നാളെ അമേഠിയിലും മറ്റന്നാൾ റായ്ബറേലിയിലും പ്രിയങ്ക സന്ദർശനം നടത്തും. ദരിദ്രർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് കോൺഗ്രസ്. പണം കുടുംബനാഥയുടെ അക്കൗണ്ടിലായിരിക്കും നൽകുക. പദ്ധതി മൂലം സർക്കാരിന് പ്രതിവർഷം 3.5 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ന്യായ് പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നതിനിടെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ദരിദ്രർക്ക് താൽക്കാലിക സഹായം നൽകുന്ന പദ്ധതിയല്ല ന്യായ്. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന 20% കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും 72,000 രൂപ ഉറപ്പാക്കും. ന്യായ് പദ്ധതി കൊണ്ടുവരുന്നതുകൊണ്ട് മറ്റൊരു കേന്ദ്ര പദ്ധതിയും റദ്ദാക്കില്ല. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കില്ല. പണം കുടുംബനാഥയുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. मैं फिर दोहराता हूं, ये टॉपअप स्कीम नहीं है. हर परिवार को 72,000 रुपया मिलेगा. 5 करोड़ परिवार, 25 करोड़ लोग. तीसरा, ये स्कीम विमेन सेंट्रिक है. ये 72,000 रुपया घर की गृहिणी के खाते में कांग्रेस पार्टी जमा करवाएगी. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിശദീകരണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ 6 മടങ്ങ് വിഹിതം പദ്ധതിക്ക് വേണം. പ്രതിവർഷം 3.6 ലക്ഷം കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ. വോട്ടർമാരെ പറ്റിക്കാൻ ദാരിദ്ര്യം പ്രചാരണ വിഷയമാക്കുന്ന കോൺഗ്രസിന്റെ പതിവ് രീതി മാത്രമാണ് ഇതെന്നാണ് BJPയുടെ വിമർശനം. ന്യൂസ് 18, ഡൽഹി. വെന്തുരുകി കേരളം.
സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി ഇന്ന് 7 പേർക്ക് സൂര്യാതപമേറ്റു. 6 ജില്ലകളിൽ ശരാശരി താപനിലയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ചൂട്. വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നത്. ഈ ജില്ലകളിൽ നാളെയും മറ്റന്നാളും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. തൃശൂരിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. 40.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തൃശൂരിൽ ഇന്നലത്തെ താപനില. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. 3 മാസം സംസ്ഥാനത്ത് വേനലുണ്ടാകും. താപനില ശരാശരിയിൽ നിന്നും 1 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് 1 തന്നെ അത് പുറത്തുവിട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സന്ദേശങ്ങൾ അവഗണിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. രാവിലെ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഇടുക്കിയിൽ കർഷകനായ തകിടിയേൽ മാത്യുവിന് രാവിലെ സൂര്യാഘാതമേറ്റു. ഈ മാസം 162 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. ന്യൂസ് 18 തിരുവനന്തപുരം. 23 വർഷത്തിന് ശേഷമാണ് തൃശൂരിൽ 40 ഡിഗ്രിക്ക് മുകളിലുള്ള താപനില. പാലക്കാടിന് പിന്നാലെ തൃശൂരും ചുട്ടുപൊള്ളാനുള്ള കാരണം കാറ്റിന്റെ ദിശമാറ്റമാണെന്ന് വിദഗ്ധർ പറയുന്നു. പതിവ് തെറ്റിച്ച് കാറ്റ് ദിശമാറി വീശുന്നതാണ് വരണ്ട കാലാവസ്ഥയുടെ കാരണമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. തെക്ക് പടിഞ്ഞാറ് നിന്നുള്ള കാറ്റിനു പകരം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. ഇതുമൂലം ആർദ്രത കുറയുകയും ചൂട് കൂടുകയും ചെയ്യുന്നു. ഇന്നലെ വൈകിട്ട് തൃശൂരിൽ 40.4 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. ഡ്രൈ ആയിട്ടുള്ള കാറ്റ് വരുമ്പോൾ അത് ചൂടും കൊണ്ട് വരുന്നൊരു ഇത് കാണുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോൾ തൃശ്ശൂർ പ്രിവെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായിരിക്കും നമുക്കൊരു നല്ലൊരു ചൂട് ഇവിടെ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം. 1996 മാർച്ച് 24-നാണ് നേരത്തെ ചൂട് 40.4 ഡിഗ്രിയിലേക്ക് ഉയർന്നത്. അന്ന് ഒരു ദിവസം മാത്രമാണ് ഇതേ കാലാവസ്ഥ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ വരണ്ട കാലാവസ്ഥ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. ചൂട് ഭയങ്കര ചൂട് 2-3 ദിവസമായിട്ട് കൂടുതലുള്ള ചൂട്. മോറൊക്കെ ചുട്ടാവിക്കുക, ചുണ്ടൊക്കെ വലിയ, കണ്ണിനൊക്കെ ചെറിയ വെള്ളം വരുന്ന വരെ ആകെ ഒരു വിമർശനം മുട്ടുന്ന പോലെയാണ് ചൂടിൻ്റെ ഉള്ളത്. കയ്യൊക്കെ ഇമാര് പൊള്ളിക്കുന്ന രീതിയിലാണ് വരുന്നത്. ചൂട് അടിച്ചു ഭയങ്കരമായിട്ട് എന്താ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല ചൂട് കാരണം. വരും ദിവസങ്ങളിലും ഈ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു. ക്യാമറാമാൻ സി വിനോദിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അജ്ഞാത ഡ്രോണുകൾ പറന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടി പോലീസ്. ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ പ്രത്യേക അന്വേഷണവും പോലീസ് ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചാബി സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതീവ ഗൌരവമായാണ് സംഭവത്തെ കാണുന്നതെന്ന് പ്രതിരോധ വക്താവ് ധന്യ സനൽ പറഞ്ഞു. 21 രാത്രി VSSCക്കും തുമ്പ തീരദേശത്തിനും സമീപത്തെ അതീവ സുരക്ഷാ മേഖലയിലൂടെയാണ് ആദ്യം അജ്ഞാത ഡ്രോൺ പറന്നത്. ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി പോലീസ് ആസ്ഥാനത്തുൾപ്പെടെ 3 ഇടങ്ങളിൽ ഡ്രോൺ പറന്നത്. തീരദേശ സർവേക്കായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഏജൻസി പറത്തിയ ഡ്രോൺ നിയന്ത്രണം വിടുകയായിരുന്നെന്നാണ് വിശദീകരണം. കമ്പനിയുടെ പഞ്ചാബി സ്വദേശിയായ ഉദ്യോഗസ്ഥനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. Special team in cooperation with the central agencies like Air Force and അവരോട് നമ്മുടെ അസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. വ്യോമസേന, ISRO എന്നിവിടങ്ങളിലെ സാങ്കേതിക വിദഗ്ധരുടെ സേവനവും പോലീസ് തേടിയിട്ടുണ്ട്. സംഭവത്തെ അതിഗൗരവമായാണ് സേനാ വിഭാഗങ്ങളും കാണുന്നത്. ഇന്റലിജൻസും അതുപോലെ തന്നെ സദേൺ എയർ കമാൻഡിൽ നിന്നുള്ള ഇന്റലിജൻസ് വിഭാഗവും ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ചുമതല ADGP മനോജ് എബ്രഹാമിന് നൽകി. ജില്ലയിൽ ഡ്രോണുകൾ കൈവശമുള്ളവർ പ്രദേശത്തുമെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ 13-കാരിയെ മുംബൈയിൽ കണ്ടെത്തി. പ്രതി മുഹമ്മദ് റോഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും നാളെ ഓച്ചിറയിൽ എത്തിക്കും. മുംബൈയിലെ പനവേലിൽ നിന്നാണ് രാജസ്ഥാൻ സ്വദേശിയായ നാടോടി പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ ശേഷം റോഷന്റെ കസ്റ്റഡിയിലായിരുന്നു പെൺകുട്ടി. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലെത്തിയ ശേഷം പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ മുംബൈയിലേക്ക് പോയെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേക ഷാഡോ പോലീസാണ് ഇരുവരെയും കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോക്സോ അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പോലീസ് പരിഗണിക്കും. മകളെ കണ്ടെത്തിയെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. अभी लड़की बोलता आप लोग लाके बोला हमारा संतोष आया अभी संतोष अब 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസിന്റെ അന്വേഷണം. ബംഗളൂരുവിലുള്ള 2 സംഘങ്ങളും ഉടൻ മടങ്ങും. 18-ന് രാത്രി 10:30-ക്കാണ് 4-അംഗ സംഘം ഓച്ചിറയിലെ വീട്ടിൽ കയറി
മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകാനും ആക്രമണത്തിനും റോഷനൊപ്പമുണ്ടായിരുന്ന 3 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. തട്ടിക്കൊണ്ടുപോകലിനിരയായ പെൺകുട്ടിയെയും പ്രതി മുഹമ്മദ് റോഷനെയും നാളെ റോഡ് മാർഗം ഓച്ചിറയിലെത്തിക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും പ്രതിയുടെ അറസ്റ്റ് ഓച്ചിറ പോലീസ് രേഖപ്പെടുത്തുക. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. ട്രഷറി നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ച് ധനവകുപ്പിന്റെ സർക്കുലർ. ട്രഷറി ബില്ലുകൾ സമർപ്പിക്കാനുള്ള തീയതി 28 വരെയായി പരിമിതപ്പെടുത്തി. സാധാരണ മാർച്ച് 31 അർദ്ധരാത്രി വരെ സ്വീകരിച്ചിരുന്ന ബില്ലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് എന്നാണ് സൂചന. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം അർദ്ധരാത്രി വരെ ട്രഷറി പ്രവർത്തിക്കുന്നതായിരുന്നു പതിവ് രീതി. മാർച്ച് 31 വരെ സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾക്ക് പണം നൽകുന്നതിനു വേണ്ടിയായിരുന്നു ഈ പ്രത്യേക തയ്യാറെടുപ്പ്. പക്ഷേ ഇത്തവണ മാർച്ച് 27 വരെ മാത്രമേ ബില്ല് സമർപ്പിക്കാൻ അനുമതിയുള്ളൂ. കരാറുകാർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഇതുമൂലം നേരിടേണ്ടി വരിക. കരാറുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ്. പണികളാകെ തീർക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോവുകയാണ്. 27 ശേഷം സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾക്ക് പ്രത്യേക ടോക്കൺ നൽകി അടുത്ത സാമ്പത്തിക വർഷം പണം നൽകാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിക്കൊണ്ട് ധനസെക്രട്ടറി പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതിന് കാരണമായെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാടൻ അതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം പതിവായതോടെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങി ഭരണകൂടം. തണ്ടർബോൾട്ട് തിരച്ചിൽ ഊർജിതമാക്കി. ബ്രഹ്മഗിരി വനാന്തരങ്ങളിൽ അജ്ഞാത സംഘം തമ്പടിച്ചതായി വനം വകുപ്പ് റിപ്പോർട്ട് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മലയോര മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം നിയമപാലകർക്ക് തലവേദനയാകുന്നു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനുള്ള സാധ്യതകൾ കൂടി വന്നതോടെ കർശന നടപടികളിലൂടെ മാവോയിസ്റ്റുകളെ നേരിടാൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞു. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി കൂടുതൽ തണ്ടർബോൾട്ട് വനമേഖലയിലിറങ്ങി. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ കേന്ദ്ര സുരക്ഷാ വിഭാഗം വിലക്കിയത് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്നായിരുന്നു. CP ജലീൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച ശേഷം 4 മാവോയിസ്റ്റുകളെത്തി. വയനാട്, കോഴിക്കോട്, മലപ്പുറം വനാതിർത്തി ഗ്രാമങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാവോയിസ്റ്റുകൾ ഇറങ്ങി ലഘുലേഖ വിതരണം നടത്തിയത്. CP ജലീലിന്റെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് കാണിച്ചുള്ള പോസ്റ്ററുകൾ പതിച്ചാണ് സംഘം മടങ്ങിയത്. മാവോയിസ്റ്റ് സാന്നിധ്യം തെരഞ്ഞെടുപ്പിന് ഭീഷണിയാകില്ലെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ V സാംബശിവറാവു. ഉറപ്പായിട്ട് ഒരു ക്രമസമാധാന പ്രശ്നമില്ലാത്ത രീതിയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നു. തിരുനെല്ലി ഫോറസ്റ്റ് ബംഗ്ലാവിൽ കഴിഞ്ഞ രാത്രി 8 അംഗ മാവോയിസ്റ്റ് സംഘമെത്തിയെന്ന വിവരത്തെ തുടർന്ന് ഇവിടെയും തെരച്ചിൽ തുടരുകയാണ്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മറ്റു തിരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാകുന്ന ഹിന്ദി സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ തടയാൻ കഴിയില്ല എന്ന് BJP. PM നരേന്ദ്രമോദി എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് വൈകിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചു. And the purpose of this film is only political, to get some extra mileage in the election. We believe it is not just a corrupt practice, but the very launch of the film is motivated. 3 of the producers belong to the BJP, right? And the director Sandeep Singh is involved in Vibrant Gujarat. And the actor also, Vivek Oberoi, as you know, is of the BJP. കോൺഗ്രസിന്റെ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിനിമ തടയാൻ ആവശ്യപ്പെട്ട് DMKയും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ തടയാൻ കഴിയില്ലെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഏപ്രിൽ 5 സിനിമ റിലീസ് ചെയ്യാനാണ് ഇപ്പോഴുള്ള തീരുമാനം. നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന സിനിമ ഹിന്ദിക്ക് പുറമെ തെലുങ്ക്, തമിഴ് ഭാഷകളിലും പുറത്തിറങ്ങുന്നുണ്ട്. ഉമംഗ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിവേക് ഒബ്രോയിയാണ് മോദിയായി അഭിനയിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനു ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന് UDFന്റെ പരാതി. PRD തയ്യാറാക്കിയ ലഘുലേഖകൾ വീടുകളിൽ വിതരണം ചെയ്തത് ചട്ടലംഘനമാണെന്നാണ് ആരോപണം. പരാജയഭീതിയിലായ UDF അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നുവെന്നാണ് LDFന്റെ പ്രതികരണം. LDF സ്ഥാനാർത്ഥി VP സാനു വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ വിതരണം ചെയ്തുവെന്ന് ആരോപിക്കുന്ന ലഘുലേഖയാണിത്. സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങൾ വിശദമാക്കി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ലഘുലേഖ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF ജില്ലാ നേതൃത്വം ജില്ലാ കളക്ടർ അമിത് മീണയ്ക്ക് പരാതി നൽകിയത്. സ്ഥാനാർത്ഥി
ഇതെന്തോ ഒരു ഇവരുടെ പാർട്ടി ചെയ്തതുപോലെ. ഇത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. ഓരോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ UDF അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കത് ബാധകമല്ല. അവർക്ക് ഒരു ചട്ടം ലംഘിക്കുന്ന യാതൊരു പ്രശ്നമില്ലാന്നാണ് വരുന്നത്. അതുകൊണ്ട് അന്വേഷിക്കണം, അത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പരാജയഭീതിയിലായ മുസ്ലിം ലീഗ് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് CPMന്റെ മറുപടി. LDF കൺവീനറുടെ പേരിൽ ഒരു ലഘുലേഖ തന്നെ ഞങ്ങൾ അടിച്ചിറക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ പബ്ലിക് റിലേഷൻ അച്ചടിച്ചിട്ടുള്ള പ്രസിദ്ധീകരണമൊന്നും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഉപയോഗിക്കുന്നില്ല. അത് തികച്ചും പരാജയഭീതി പൂണ്ട് ഒരാരോപണം ഉന്നയിക്കുകയാണ്. UDFന്റെ പരാതി സ്വീകരിച്ച ജില്ലാ കളക്ടർ പക്ഷേ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ ഇക്കുറി പോരാട്ടം തീപാറും. സിറ്റിംഗ് MP E.T. മുഹമ്മദ് ബഷീർ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ നിലമ്പൂരിൽ അട്ടിമറി ജയം നേടിയ PV അൻവറിന്റെ മികവിലാണ് LDF പ്രതീക്ഷ. BJPയും SDPAയും കളത്തിൽ നിറഞ്ഞതോടെ പ്രചാരണം പാരമ്യത്തിലെത്തി. ആദ്യം കളത്തിലിറങ്ങിയത് LDF സ്വതന്ത്രൻ PV അൻവർ. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ മനസ്സിൽ നേരത്തെ ഇടം നേടാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് അൻവർ. തീരദേശ മേഖലയിലും നഗരത്തിലുമെല്ലാം രണ്ടാം ഘട്ട പ്രചരണം പൂർത്തിയായി. UDFൽ നിന്നും ഭിന്നിച്ചു വരുന്ന വോട്ടുകൾ, ലീഗിന്റെ അവഗണനയിൽ കഴിയുന്ന കോൺഗ്രസുകാരുടെ പിന്തുണ, SDPയുമായുള്ള കൂടിക്കാഴ്ചയിൽ അസംതൃപ്തരായ ലീഗുകാരുടെ സഹായം, അൻവറിന്റെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെ പലതാണ്. കോൺഗ്രസുകാരെ സംബന്ധിച്ച് എല്ലാ കാലത്തും ലീഗിന് വേണ്ടി പണിയെടുക്കുന്ന ഒരവസ്ഥയാണ് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ളത്. സ്വാഭാവികമായും വീണ്ടും അതിൻ്റെ ആ കോൺഗ്രസ്സുകാരിൽ നിന്ന് ചെറിയൊരു മാറ്റം കണ്ടപ്പോൾ ഈ നാട്ടിലെ വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗ് ഇവിടെ ശ്രമിക്കുന്നത്. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നോടൊപ്പം ഒരു മതേതര മുന്നേറ്റത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടി എൻ്റെ കൂടെയുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത വിധം സജീവമാണ് UDF ക്യാമ്പ്. ഗ്രാമമെന്നോ തീരമെന്നോ വ്യത്യാസമില്ലാതെ കാടിളക്കിയുള്ള പ്രചാരണം. ലീഗും കോൺഗ്രസുകാരും മത്സരിച്ച് പ്രചാരണത്തിനിറങ്ങുമ്പോൾ 2009-നേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് E.T.യുടെ മനസ്സിൽ. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്യുമെന്നും E.T. പറയുന്നു. വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഒരു വലിയ ട്രെൻഡ് തന്നെ ഉയർന്നു വരികയാണ്. ഞങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 82,000 വോട്ടിന് ഞാൻ ജയിച്ചത്. അതിനെയും ക്രോസ് ചെയ്യുന്ന വിധത്തിലേക്കുള്ള ഒരു ജനകീയമായ സഹകരണം മുന്നേറ്റവും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അവസാനമാണ് പ്രഖ്യാപിച്ചതെങ്കിലും BJP സ്ഥാനാർത്ഥി VT രമ മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 75,000-ഓളം വോട്ടുകൾ വീണ്ടും കൂട്ടാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് രമയുടെ പ്രചാരണം. ഇത്തവണ 75 ഒരു വോട്ടല്ല, അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വോട്ട് കിട്ടും. 3 ലക്ഷത്തിൽ കൂടുതൽ ഷുവറാണ്, ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന SDPയും PDPയും മത്സരരംഗത്തുണ്ട്. കടുത്ത പോരാട്ടത്തിൽ ഇവർ നേടുന്ന വോട്ടുകളും പൊന്നാനിയിൽ നിർണായകമാകും. ന്യൂസ് 18 മലപ്പുറം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയോട് ആഭിമുഖ്യമില്ലെന്ന് KCBC. മതസമൂഹത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന രാഷ്ട്രീയ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് KCBC സർക്കുലർ പുറത്തിറക്കി. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും സമഗ്രാധിപത്യം ഏകാധിപത്യവും അംഗീകരിക്കാനാവില്ലെന്നും സർക്കുലറിൽ പറയുന്നു. ഏപ്രിൽ 7 പള്ളികളിൽ സർക്കുലർ വായിക്കും.